Hi dears, welcome to EduS B.Ed classes. I am Radhika. Gender School and Society എന്നുള്ള കോഴ്സിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ ആൻഡ് കറിക്കുലം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ മുൻപേ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. റോൾ ഓഫ് അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നത് നമ്മുടെ സ്കൂളും എങ്ങനെയാണ് കരിക്കുലം എങ്ങനെയാണ് ജെൻഡർ ഇനീക്വാളിറ്റി ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അവരെന്തൊക്കെയാണ് ഇക്വാളിറ്റി ഉണ്ടാക്കാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അതിന്റെ കുറെ കാര്യങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യാം. റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഡെവലപ്പിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് ജെൻഡർ. ടീച്ചേഴ്സിന് എങ്ങനെ സഹായിക്കാൻ പറ്റും അല്ലെ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടാക്കാനായിട്ട്. ജെൻഡർ ഇഷ്യൂസ് ആൻഡ് ദ റോൾ ഓഫ് ടീച്ചേഴ്സ്. ജെൻഡർ ഇഷ്യൂസ് എക്സിസ്റ്റ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് സ്കൂൾസ്. നമുക്കറിയാം സ്കൂൾ ഈസ് എ മിനിയേച്ചർ സൊസൈറ്റി അല്ലെ, പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും, പല ജെൻഡറിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സിന് ഒരുപാട് റോളുകളുണ്ട് അല്ലെ. സൊസൈറ്റിയിലുള്ള എല്ലാ ഇഷ്യൂസും സ്കൂളിലും ഉണ്ടാവും. ടീച്ചേഴ്സ് മസ്റ്റ് ഹെൽപ്പ് ചേഞ്ച് ദ മൈൻഡ് സെറ്റ് ഓഫ് ദ യങ് ജനറേഷൻ. അപ്പൊ യങ് ജനറേഷന്റെ ആ മൈൻഡ് സെറ്റ് അല്ലെ, ഓനാണാണ് ഓള് പെണ്ണാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ ടീച്ചർക്ക് ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. ടീച്ചേഴ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ജെൻഡർ ഇഷ്യൂസ് ആൻഡ് സപ്പോർട്ട് ജെൻഡർ ഇക്വാലിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ജെൻഡർ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്ത് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട് ടീച്ചേഴ്സിന് പറ്റും. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഓഫൻ അൺനോവിംഗ്ലി സപ്പോർട്ട് ട്രഡീഷണൽ ജെൻഡർ റോൾസ് അല്ലെ. പുരുഷന്മാർക്ക് കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീകൾക്കാണെങ്കിൽ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി അല്ലെ. കൂടുതൽ കായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ബോയ്സിനാ കൊടുക്കുക. അതായത് ഇരുന്ന് എഴുതുക, വരയ്ക്കുക, അങ്ങനത്തെ ഉള്ള റോളൊക്കെ സ്ത്രീകൾക്കും ഗേൾസിനും കൊടുക്കുന്നു. ടീച്ചേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ് ത്രൂ their വർക്ക് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് അല്ലെ. ടീച്ചർ ഇപ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്കറിയാം, നമ്മൾക്കൊക്കെ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. നമ്മുടെ കുട്ടികളൊക്കെ ഒന്നാം ക്ലാസ്സിലോ LKG ഒക്കെ ആണെങ്കിൽ ആൾക്കാരുടെ ടീച്ചറാണ് അവരുടെ റോൾ മോഡൽ. അവര് പറഞ്ഞതാണ് വേദവാക്യം. അവർ തെറ്റാണ് പറഞ്ഞത് വിചാരിക്കാം, എന്നാലും നമ്മൾ പറഞ്ഞത് അവരനുസരിക്കില്ല. എന്റെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞതാണ് ശരി അല്ലെ, നിങ്ങൾക്കൊന്നും അറിയില്ല, ടീച്ചർക്കാണ് അറിയാന്നുള്ള മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിന് ഒരുപാട് മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ദാറ്റ്. എക്സാമ്പിൾസ് ഓഫ് ജെൻഡർ ബയസ് ഇൻ ക്ലാസ് റൂം. എന്തൊക്കെയാണ് ക്ലാസ് റൂമിലുള്ള ജെൻഡർ ബയാസ്? ടീച്ചേഴ്സ് എക്സ്പെക്ട് ബോയ്സ് ടു പെർഫോം ബെറ്റർ ദാൻ ഗേൾസ് അല്ലെ. ബോയ്സ് ഇത് നന്നായിട്ട് ചെയ്യും എന്ന് ടീച്ചറിന് തോന്നുകയാണ്. ക്വസ്റ്റ്യൻസ് ആർ ഓഫൻ ആസ്ക്ഡ് ഓൺലി ടു ബോയ്സ് ഇഗ്നോറിംഗ് ഗേൾസ് അല്ലെ. ബോയ്സിനോട് മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ടീച്ചേഴ്സ് കോൾ ഓൺ ബോയ്സ് ടു ആൻസർ ഈവൻ ഇഫ് ഗേൾസ് റേസ് ഹാൻഡ്സ് അല്ലെ. ചോദ്യത ആർക്കറിയാന്ന് നോക്കുമ്പോൾ ഗേൾസ് ഒക്കെ കൈ പൊക്കിയിട്ടുണ്ടാവും, പക്ഷെ ടീച്ചർ ബോയ്സിനെ സെലക്ട് ചെയ്തിട്ട് നെയ്യ് പറ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. മോർ ടൈം ഈസ് ഗിവൺ ടു ബോയ്സ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് അല്ലെ. പിന്നെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗേൾസിന് കുറച്ച് സമയം കൊടുക്കുക, ബോയ്സിന് കൂടുതൽ സമയം കൊടുക്കുക. ബോയ്സ് റിസീവ് ഹെൽപ്ഫുൾ ഫീഡ്ബാക്ക് ബട്ട് ഗേൾസ് ഓഫൻ ഡു നോട്ട് അല്ലെ. അപ്പൊ പ്രോംപ്റ്റിംഗ് കൊടുക്കുക, നല്ല പ്രോംപ്റ്റ്. അപ്പൊ അതായത് ആൻസർ പറയാനായിട്ട് ക്ലൂസ് ഒക്കെ ബോയ്സിന് കൊടുക്കുക, ഗേൾസിന് കൊടുക്കുന്നില്ല. ഈ ഒരു സിസ്റ്റം ഇന്ന് ക്ലാസ് റൂമിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അൺഈക്വൽ ട്രീറ്റ്മെന്റ് ഒബ്സർവ്. ടീച്ചേഴ്സ് ഓഫൻ റിമെമ്പർ ആൻഡ് കോൾ ബോയ്സ് ബൈ നെയിം ബട്ട് നോട്ട് ഗേൾസ്. ബോയ്സിന്റെ പേരുകൾ ടീച്ചറിന് ഓർമ്മ ഉണ്ടാവും, ഓക്കെ, പക്ഷെ ഗേൾസിനൊക്കെ ഇവറ എന്നുള്ള രീതിയിലേ പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ പേരെടുത്തിട്ട് ഒരാൾ പറയാം, നിങ്ങൾ ടീച്ചേഴ്സ് ആവാൻ പോകുമ്പോൾ നിങ്ങളോടുള്ള ഏറ്റവും വലിയ ഉപദേശമാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ കുട്ടികളുടെ പേര് പഠിക്കുക, കുട്ടികളെ പേരെടുത്ത് വിളിക്കുക. ഓക്കെ, അപ്പൊ അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ പേര് ഒരാൾ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ അവരുമായിട്ട്. ദാറ്റ് മാജിക് ഈസ് ഹാപ്പനിങ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. ബോയ്സ് ഗെറ്റ് ഹെൽപ്പ് വിത്ത് അസൈൻമെന്റ്സ്, ഗേൾസ് ആർ ഓഫൻ ലെഫ്റ്റ് ഔട്ട് അല്ലെ. അസൈൻമെന്റ് ഒക്കെ കൊടുത്താൽ ടീച്ചർ ബോയ്സിനെ സഹായിക്കും, ഗേൾസിന് ഹെൽപ്പ് ചെയ്യില്ല. ബോയ്സ് ആർ പ്രൈസ്ഡ് ഫോർ ഇന്റലിജൻസ്, ഗേൾസ് ഫോർ നീറ്റ്നെസ് ആൻഡ് ക്വയറ്റ്നെസ് അല്ലെ. ഓ ഉനക്ക് നല്ല ബുദ്ധിയാട്ടോ അല്ലെ. ഗേൾസിനോട് പറയുന്നത് എന്താണ്? ഈ നല്ല വൃത്തിയാക്കാനൊക്കെ ഉള്ള കഴിവുണ്ടല്ലോ അല്ലെ, നീ സൈലന്റ് ആണല്ലോ. ഈ രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് ഗേൾസിനോട് പറയും. ബോയ്സ് ഷൗട്ടിംഗ് ഈസ് ടോളറേറ്റഡ്, ഗേൾസ് ടോക്കിംഗ് ഈസ് ക്രിട്ടിസൈസ്ഡ് അല്ലെ. ആൺകുട്ടികൾ ഒച്ചപ്പാടുണ്ടാക്കിയാലും പ്രശ്നമില്ല, പെൺകുട്ടികൾ ഒച്ച ഉണ്ടാക്കിയാൽ പറയും ഈ പെണ്ണല്ലേ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ പറ്റുമോ. ഓക്കെ, ഈവൻ ടീച്ചേഴ്സ് ആർ ഡൂയിങ് ദിസ്. ത്രൂ ഔട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ടു ഗോ ടു ബോയ്സ്, സിമ്പിൾ വൺസ് ടു ഗേൾസ് അല്ലെ. തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ബോയ്സിനോട് ചോദിക്കുക, കാരണം അവർക്ക് എന്നാലാണ് ക്രിട്ടിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗേൾസിനോട് ചോദിക്കുക, കാരണം അവർക്ക് അതൊക്കെ അറിയൂ എന്നുള്ളൊരു മുൻധാരണ ടീച്ചറിന് ഉണ്ടാവുന്നു.
ways teachers can promote gender equality. എന്തൊക്കെ ചെയ്യാൻ പറ്റും? Treat boys and girls equally in all classroom activities. ക്ലാസ്റൂമിലെ എല്ലാ ആക്ടിവിറ്റിയിലും രണ്ടുപേരെയും ഒരേ രീതിയിൽ പങ്കെടുപ്പിക്കുക. Encourage both shy boys and girls to speak up with confidence. അതായത് ഇവർക്ക് നാണമുള്ള ആളുകളെ മുമ്പിൽ പിടിച്ചിട്ട് വർത്തമാനം പറയിപ്പിക്കുക, അവരുടെ ഷൈനസ് മാറ്റാൻ വേണ്ടിയിട്ട്. യൂസ് മിക്സഡ് ജെൻഡർ ഗ്രൂപ്പ്സ് ഫോർ ഡിസ്കഷൻസ് ആൻഡ് പ്രൊജക്ട്സ്. ഇനി ഡിസ്കഷൻ ഉണ്ടാവുമ്പോൾ ഗേൾസിന്റെ ഒരു ഗ്രൂപ്പ്, ബോയ്സിന്റെ ഒരു ഗ്രൂപ്പ് അല്ല, മിക്സഡ് ജെൻഡർ, രണ്ട് ജെൻഡറിനെ മിക്സ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. പ്ലാൻ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ഇവന്റ്സ്. അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ബി എ റോൾ മോഡൽ, നെവർ ഷോ ജെൻഡർ ബയാസ് ഓർ ഫേവറിറ്റിസം. ടീച്ചർ ഒരിക്കലും ഈ ഒരു ഫേവറിറ്റിസോ ജെൻഡർ ബയാസോ സ്കൂളിൽ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഷീ ഓർ ഹി ഈസ് ദ റോൾ മോഡൽ. അപ്പം കുട്ടികൾക്ക് മിക്കവാറും ടീച്ചേഴ്സിനെയാണ് അവർ റോൾ മോഡലൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും എന്താണ് ഈ ഒരു ജെൻഡർ ബയാസ് ക്ലാസ് റൂമിൽ കാണിക്കാൻ പാടില്ല. ജെൻഡർ ബയസ് ഇൻ എഡ്യൂക്കേഷൻ. Gender bias in education refers to the differential treatment of boys and girls in schools. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് സ്കൂളിലുള്ള ജെൻഡർ ബയാസ്. ത്രൂ എങ്ങനെയൊക്കെയാണത്? ത്രൂ സോഷ്യലൈസേഷൻ, curriculum, classroom interaction, co-curricular activities and access to resources. ഈ രീതിയിലൊക്കെ ഉള്ള ജെൻഡർ ബയാസ് അല്ലെ. സോഷ്യലൈസേഷൻ, അതായത് അവര് ക്ലാസ് റൂമിലുള്ള ഇടപഴകലുകൾ, പിന്നെ കരിക്കുലത്തിന്റെ ബേസിലുള്ള ജെൻഡർ ബയാസ്, ക്ലാസ് റൂം ഇന്ററാക്ഷൻസിൽ അല്ലെ, സ്ത്രീ പുരുഷൻ വിവേചനം, അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ്, സ്പോർട്സ്, അങ്ങനത്തെ സ്ഥലത്ത് ഈ ഗേളാണ് പങ്കെടുക്കേണ്ടത്, ഇത്രയും വലിയ പെൺകുട്ടികളൊന്നും ഓടാൻ പാടില്ല, വേണ്ട അല്ലെ. ആക്സസ് ടു റിസോഴ്സസ്, സ്കൂളിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പുരുഷന്മാരെ മാത്രം അനുവദിക്കുക, സ്ത്രീകൾ അനുവദിക്കാതിരിക്കുക. Often girls are treated as inferior to boys, affecting their educational experience and opportunities. മിക്കവാറും പെൺകുട്ടികളെ ഇൻഫീരിയർ ആയിട്ടാണ് കാണുന്നത്, അത് അവരെ വീണ്ടും വീണ്ടും ഇൻഫീരിയർ ആക്കുന്നു. ജെൻഡർ ബയാസ് ഇൻ ആക്ട്സ് ഓഫ് സോഷ്യലൈസേഷൻ. ഇനി സോഷ്യലൈസേഷന്റെ കാര്യത്തിൽ ജെൻഡർ ബയാസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഓക്കെ, സ്കൂൾ പ്രാക്ടീസസ് റീഇൻഫോഴ്സ് ജെൻഡർ റോൾസ് ആൻഡ് ഇനീക്വാലിറ്റി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ഒക്കെ ആണെങ്കിൽ അത് ഇനീക്വാലിറ്റി ഉണ്ടാക്കുന്നു, ജെൻഡർ ബയാസ് ഉണ്ടാക്കുന്നു. ഗേൾസ് കംപ്ലൈന്റ്സ് ഓഫ് ഹറാസ്മെന്റ് ആർ ഓഫൻ ഇഗ്നോർഡ്. ചിലപ്പോ ഗേൾസ് ഒക്കെ, ഇപ്പോഴത്തെ കാലമൊന്നും അല്ല കേട്ടോ, ഇപ്പൊ കേരളത്തിലത്തെ കഥ ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ അത് ഇഗ്നോർ ചെയ്യുന്നു. ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ വിവരം അറിയും അല്ലെ. ബോയ്സ് മിസ്ബിഹേവിയർ ഈസ് എക്സ്ക്യൂസ്ഡ് ആസ് നേച്ചുറൽ. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അതായത് ആൺകുട്ടികളല്ലേ, കുറച്ച് കുസൃതിയൊക്കെ ആവാം എന്നുള്ളൊരു മെന്റാലിറ്റി ചിലപ്പോൾ ടീച്ചേഴ്സിന് ഉണ്ടാവാം. ഗേൾസ് ആർ പ്രൈസ്ഡ് ഫോർ ബീയിങ് നീറ്റ് ആൻഡ് സബ്മിസീവ്, ബോയ്സ് ഫോർ ബീയിങ് ആക്റ്റീവ് ആൻഡ് ഔട്ട് സ്പോക്കൺ അല്ലെ. ആൺകുട്ടികളാണ്, ആൺകുട്ടികൾ അങ്ങനെ തന്നെ വർത്തമാനം പറയണം, ബോൾഡ് ആയിരിക്കണം അല്ലെ. പെൺകുട്ടികളാണെങ്കിലോ നല്ല വൃത്തി ഉണ്ടല്ലോ, പെൺകുട്ടികൾക്ക് വേണ്ടതാണ് വൃത്തി, ഈ രീതിയിൽ സംസാരിക്കാം. ടീച്ചേഴ്സ് ഫോക്കസ് മോർ ഓൺ ബോയ്സ് ഡിസ്പൈറ്റ് ഗേൾസ് പെർഫോമിംഗ് ബെറ്റർ അക്കാഡമിക്കലി. ചിലപ്പോൾ ഗേൾസ് ആയിരിക്കും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങുക, പക്ഷെ ബോയ്സിനെയാണ് ടീച്ചർ പ്രൈസ് ചെയ്യുന്നത്. ജെൻഡർ ബയസ് ഇൻ ക്ലാസ് റൂം ഇന്ററാക്ഷൻസ്. ടീച്ചേഴ്സ് പ്രൈസ് ആൻഡ് കറക്റ്റ് ബോയ്സ് മോർ ഓഫൺ അല്ലെ. ആൺകുട്ടികൾ പഠിച്ചാലേ കാര്യമുള്ളൂ എന്നുള്ള മട്ടിൽ ഉള്ള ആക്ടിവിറ്റീസ്. ഗേൾസ് റെസ്പോൺസസ് ആർ അക്സെപ്റ്റഡ് ബൈ നോട്ട് ഇലാബറേറ്റഡ് അപ്പോൺ. ഗേൾസ് പറഞ്ഞ അത് കേൾക്കാത്ത എന്ത് ബോയ്സിന്റെ അടുത്ത് മാത്രം ചോദിക്കാം. ബോയ്സ് ഗെറ്റ് മോർ ചാൻസസ് ടു റിവൈസ് ആൻഡ് എക്സ്പാൻഡ് ദയർ ആൻസേഴ്സ് അല്ലെ. അപ്പൊ അവർക്ക് ആൻസർ പറയാനുള്ള ചാൻസ് കൂടുതൽ കിട്ടുന്നു. ടീച്ചേഴ്സ് ആൻഡ് ഇന്റൻഷനലി എക്സിബിറ്റ് ജെൻഡർ ബയാസ് ഇൻ ഫീഡ്ബാക്ക് ആൻഡ് അറ്റൻഷൻ. അപ്പൊ അതുപോലെ തന്നെ ഈ ജെൻഡർ ബയാസ് ഒക്കെ അതുപോലെ തന്നെ അൺഇൻറ്റൻഷനലി ചിലപ്പോൾ ടീച്ചർ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എന്താ പറയാ, പ്രത്യക്ഷത്തിൽ അല്ല പരോക്ഷമായിട്ട് ടീച്ചർ ഇതുപോലെ ജെൻഡർ ബയാസ് കാണിക്കുകയാണ് ചെയ്യുന്നത്. ജെൻഡർ ബയാസ് ഇൻ റിസോഴ്സസ് ആൻഡ് സ്പെഷ്യൽ സർവീസസ്. ബോയ്സ് ആർ പ്രയോറിറ്റൈസ്ഡ് ഐഡന്റിഫൈങ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആൻഡ് ഓഫറിംഗ് സ്കോളർഷിപ്സ്. അതായത് ബോയ്സിന് പ്രത്യേക സ്കോളർഷിപ്സ് ഒക്കെ കൊടുക്കുക അല്ലെ. അതായത് അവർക്ക് പഠിക്കുക, അവർക്ക് നന്നായിട്ട് മാർക്ക് കൊടുക്കുക, അപ്പൊ മാർക്കുള്ള സ്കോളർഷിപ്പ് ഒക്കെ ഇറ്റ് വിൽ ബി ഗിവൺ ടു ബോയ്സ്. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എമംഗ് ബോയ്സ് ആർ മോർ നോട്ടിസ്ഡ് ആൻഡ് അഡ്രസ്ഡ്. അപ്പൊ ആൺകുട്ടികളായിട്ട് കൂടുതൽ, ഞങ്ങളൊക്കെ ചെറുതാവുമ്പോഴൊക്കെ ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു സംശയം തോന്നും. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിന് അല്ലെ, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ടീച്ചർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഗേൾസിന് ഉണ്ടെങ്കിൽ അവരിതൊക്കെ സഹിക്കേണ്ടതാണ് എന്നുള്ള ഒരു തോന്നൽ ടീച്ചറിന് ഉണ്ടായിരുന്നു. ഗേൾസ് ആർ ഓവർലുക്ക്ഡ് ഡ്യൂ ടു ബീയിങ് ക്വയറ്റർ. ഓക്കെ,
അതായത് പെൺകുട്ടികൾ എപ്പോഴും മിണ്ടാതിരിക്കുക, സൈലന്റ് ആവണം. ഗേൾസ് ആർ ലെസ് എൻകറേജ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കോമ്പറ്റീഷൻസ് ആൻഡ് ഔട്ട് സ്റ്റേഷൻ ഇവന്റ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്പോർട്സിലൊക്കെ ഗേൾസിന്റെ പാർട്ടിസിപ്പേഷൻ മാക്സിമം കുറയ്ക്കുക. ടീച്ചർ അൺഇൻറ്റൻഷനലി ആവാം, പക്ഷെ അങ്ങനത്തെ ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്സ് ആൻഡ് കറിക്കുലം അണ്ടർ റിപ്രസെന്റ് വിമൻസ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് റീഇൻഫോഴ്സ് സ്റ്റീരിയോ ടൈപ്സ് അല്ലെ. ഈ ഒരു സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ റീഇൻഫോഴ്സ് ചെയ്യുന്ന കരിക്കുലം. ഇൻഫ്രാസ്ട്രക്ചർ ഓഫൻ ലാക്സ് ബേസിക് ഫെസിലിറ്റീസ് ഫോർ ഗേൾസ്. ടോയ്ലറ്റ്സും ഡൈനിങ് ഏരിയാസും ഒക്കെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ്. ബോയ്സിന്റെ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അത് ചില ഹോസ്റ്റലിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗേൾസിനാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ ഡൈനിങ് ഏരിയ ഒക്കെ ആയിരിക്കാം. റോൾസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ഇൻ കോമ്പാറ്റിംഗ് ജെൻഡർ ബയാസ്. ഇനി പാരന്റ്സും ടീച്ചേഴ്സിനും ഈ ജെൻഡർ ബയാസ് ഉണ്ടാക്കുന്നതിൽ വളരെയധികം നല്ല റോൾ ഉണ്ട്. അവോയ്ഡ് ജെൻഡർ ബേസ്ഡ് ഗ്രൂപ്പിംഗ്. ഇങ്ങനെ ആൺ പെൺ തിരിച്ചിട്ടുള്ള ഗ്രൂപ്പിംഗ് ഒഴിവാക്കുക. ഡോണ്ട് ഗ്രൂപ്പ് ഓർ ക്ലാസ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ജെൻഡർ. അതായത് എല്ലാ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോഴും മിക്സഡ് ആയിരിക്കണം, മിക്സഡ് ജെൻഡർ ആയിരിക്കണം ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കേണ്ടത്. യൂസ് റാൻഡം മെത്തേഡ്സ് ലൈക്ക് നമ്പേഴ്സ് ലിസ്റ്റ് ടു അഡ്രസ് സ്റ്റുഡൻസ് അല്ലെ. അതായത് ഗ്രൂപ്പ് ആക്കുമ്പോൾ പറയല്ലേ 1 2 അങ്ങനെയൊക്കെ എണ്ണീട്ട് ഗ്രൂപ്പ് ആക്കാം. ജെൻഡർ ന്യൂട്രൽ കറിക്കുലം. ചെക്ക് ഫോർ ജെൻഡർ ബാലൻസ് ഇൻ ടെക്സ്റ്റ് ബുക്സ് അല്ലെ. ടെക്സ്റ്റ് ബുക്കിലുള്ള ജെൻഡർ ബാലൻസ് ഉണ്ടായിരിക്കണം ടെക്സ്റ്റ് ബുക്കിൽ. യൂസ് ബോത്ത് ഹി ആൻഡ് ഷീ ഇൻ എക്സാമ്പിൾസ്. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, എന്ത് പറഞ്ഞാലും ഹി ഓർ ഷീ, ദ ടീച്ചർ ഷുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീച്ചർ ഹി ഓർ ഷീ ആവാം. അപ്പൊ ആ രീതിയിൽ പണ്ടാണെങ്കിൽ ഹീനെ പറഞ്ഞിരുന്നുള്ളൂ എല്ലാ കാര്യത്തിലും. ചൂസ് ജെൻഡർ ഇൻക്ലൂസീവ് ടെക്സ്റ്റ് ബുക്സ് അല്ലെ. ജെൻഡർ അതായത് അവോയ്ഡ് ബുക്സ് ദാറ്റ് ഗ്ലോറിഫൈ ഓൺലി ട്രഡീഷണൽ ജെൻഡർ റോൾസ്. പുരുഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതാണ് ട്രഡീഷണൽ ജെൻഡർ റോൾസ്. അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കുകൾ ഒഴിവാക്കുക. ഓക്കെ, ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുക. റെസ്പെക്ട് കൾച്ചറൽ ഡിഫറൻസസ്. നമുക്കറിയാം നമ്മുടെ കൾച്ചറിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്, അപ്പൊ അത് മനസ്സിലാക്കാം. പ്രൊമോട്ട് ഇൻക്ലൂസിവിറ്റി വിത്തൗട്ട് സ്റ്റീരിയോ ടൈപ്പിംഗ് ഓർ ഹൈറാർക്കി. പക്ഷെ അവിടെയും സ്ത്രീകളുടെ റോള് നമ്മൾ മറക്കാൻ പാടില്ല. എൻകറേജ് നോൺ ട്രഡീഷണൽ ചോയ്സസ്. ഗേൾസ് ഇൻ സ്റ്റെം ആൻഡ് ബോയ്സ് ഇൻ ആർട്സ് ആൻഡ് ഹോം സയൻസസ്. അതായത് ആൺകുട്ടികൾക്ക് സ്പോർട്സ്, ആർട്സ് അങ്ങനത്തെ ആക്ടിവിറ്റീസ്, പെൺകുട്ടികൾക്കാണെങ്കിൽ ആർട്സ് ആൻഡ് ഹോം സയൻസ്, ഇത് മതി. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു ബയാസ് വേണ്ട. ഈക്വൽ അക്കാഡമിക് എക്സ്പെക്ടേഷൻസ്. ടീച്ചേഴ്സ് ഷുഡ് എക്സ്പെക്ട് ഈക്വൽ പെർഫോമൻസ് ഫ്രം ഓൾ സ്റ്റുഡൻസ്. രണ്ടുപേരും ഒരേ രീതിയിൽ കാണുക. പ്രൊവൈഡ് ഈക്വൽ റെസ്പോൺസ് ടൈം അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബോയ്സിന് കൂടുതൽ സമയം, ഗേൾസിന് കുറച്ച് സമയം. വെയിറ്റ് എ മൊമെന്റ് ബിഫോർ ടേക്കിംഗ് ആൻസേഴ്സ് ടു അലോ തോട്ട്ഫുൾ പാർട്ടിസിപ്പേഷൻ. അപ്പൊ കുട്ടികൾ പറയുമ്പോൾ തോക്ക് കയറി വെടിവെക്കാതിരിക്കുക, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അവർ പറയുന്നത് കേൾക്കുക. രണ്ടുപേരും ഒരുപോലെ. ക്രിയേറ്റ് സപ്പോർട്ടീവ് ക്ലാസ് എൻവയറൺമെന്റ്സ് അല്ലെ. അതായത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. മിക്സ് കോപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ നാളെ ടീച്ചേഴ്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ, വെറുതെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസിലൊക്കെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരസ്പരം സഹകരിച്ച് മത്സരിപ്പിക്കുക. ഡിസ്ട്രിബ്യൂട്ട് റോൾസ് ഈക്വലി അല്ലെ. റോളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈക്വൽ റോൾസ് കൊടുക്കുക. അവോയ്ഡിങ് അസൈനിങ് ടാസ്ക് ബേസ്ഡ് ഓൺ ട്രഡീഷണൽ ജെൻഡർ റോൾസ് അല്ലെ. ആൺകുട്ടികൾ ബോൾഡാണ്, പുറത്തു പോയിട്ടുള്ള ജോലിയൊക്കെ ആൺകുട്ടികൾക്കേ പറ്റൂ, പെൺകുട്ടികൾക്ക് ഇവിടെ ഇരുന്നിട്ടുള്ള വല്ല അടിച്ചുവാരലോ തുടക്കലോ ഒക്കെ മതി. ആ രീതിയിലുള്ള ജെൻഡർ ബയാസ്ഡ് റോൾസ് ഒഴിവാക്കുക. ട്രാൻസ്ജെൻഡർ. ഇനി സ്ത്രീകൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സും മാർജിനലൈസ്ഡ് ആണ്. അവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് സ്കിൽസ് അല്ലെ. അവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ജെൻഡർ. അവരെന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്ജെൻഡർ പറഞ്ഞ എന്താണ്? ഇൻഡിവിജ്വൽസ് ഹൂസ് ജെൻഡർ ഐഡന്റിറ്റി ഡസ് നോട്ട് മാച്ച് ദ സെക്സ് അസൈൻഡ് ബൈ ബർത്ത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ജെൻഡർ അല്ല അവരുടെ ജെൻഡർ ഐഡന്റിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, അവര് തിരിച്ചറിയുമ്പോൾ അവര് ഇപ്പൊ സ്ത്രീ ആയിട്ടാ ജനിച്ചെന്ന് വെച്ചാൽ ഒരു പുരുഷനായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് themselves. May adopt the behavior, dress and identity of the opposite gender അല്ലെ. നമുക്ക് കാണാം അങ്ങനെ ആൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ വളയും മാലയും പെൺകുട്ടികളുടെ ഉടുപ്പൊക്കെ ഇടും അല്ലെ. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ തിരിച്ചും ഉണ്ടാവാം. സം അണ്ടർഗോ മെഡിക്കൽ ട്രാൻസിഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു ഹോർമോൺ തെറാപ്പി അല്ലെങ്കിൽ സർജറി, ജെനിറ്റൽ ട്രാൻസ്പ്ലാന്റിങ് സർജറി ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം. Inclusion of transgenders in education must be provided equal opportunities for learning, employment and life skills. അല്ലെ, ഇതിലെല്ലാം ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ട്രാൻസ്ജെൻഡേഴ്സിനും. ഓക്കെ, സ്ത്രീകൾക്ക് മാത്രമല്ല. അവയർനെസ് ആൻഡ് സെൻസിറ്റൈസേഷൻ എമംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ എസെൻഷ്യൽ. അതിന് ടീച്ചേഴ്സിനെ പ്രത്യേകം രീതിയിൽ പ്രാപ്തരാക്കണം, ട്രെയിനിങ് കൊടുക്കണം മറ്റുള്ള കുട്ടികൾക്കും. ഓക്കെ,
Then providing opportunities for transgenders to get trained in life skills. അല്ലെ, അവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനുള്ള ട്രെയിനിങ്. Transgenders face educational and life skill related backwardness. ഇപ്പൊ നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് മിക്കവാറും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് പോകുന്നു, കാരണം അവർക്ക് എഡ്യൂക്കേഷനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ബട്ട് നൗ ദേ ആർ through inclusive education they are included to the mainstream education. അപ്പൊ അത് അവർക്കുള്ള ഈ ബാക്ക്വേർഡ്നെസ് അത് ടീച്ചേഴ്സ് ആണ് ഇല്ലാതെയാക്കേണ്ടത്. Governments and NGOs should provide life skill education for transgenders. അപ്പൊ അവർക്കുള്ള ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ ഒക്കെ NGOസും നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും ഗവൺമെന്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് സ്കൂളിൽ ഇഫക്റ്റീവ് ആയിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. Transgenders are capable learners if given the right opportunities. അവർക്കും പറ്റും നല്ല രീതിയിൽ രാജ്യം ഭരിക്കാനും നല്ല ജോലികൾ എടുക്കാനൊക്കെ. Support from teachers and peer boosts confidence and motivation to learn. അതിന് മറ്റുള്ള കുട്ടികളും ടീച്ചേഴ്സും അവരോട് സഹകരിക്കണം. They should be included in schemes like SSA, RMSA, NIOS, IGNO, JSS, അതായത് എഡ്യൂക്കേഷണൽ അതോറിറ്റീസ് ആണ്. അവരിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്നുണ്ട്. Developing school curriculum for gender equality. Gender studies and related research are growing in universities. അപ്പോൾ നമുക്കറിയാം ഈ ജെൻഡർ സ്റ്റഡീസ് ഒക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട് അല്ലെ. ഇതുപോലെയുള്ള റിസർച്ചുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫോർ ജെൻഡർ ഇക്വാലിറ്റി. സൊസൈറ്റൽ ചേഞ്ച് ഇസ് ബെറ്റർ സർവ്ഡ് ത്രൂ ആക്ഷൻസ് റാദർ ദാൻ ജസ്റ്റ് അനാലിസിസ്. ആക്ഷനിലൂടെയാണ് അല്ലെ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട് എന്നുള്ളത് കുറെ നമ്മൾ പഠിച്ചിട്ട് കാര്യമല്ല, അത് പ്രാവർത്തികമാക്കണം. Laws should promote gender equality across all communities. എല്ലാ കമ്മ്യൂണിറ്റീസിലുള്ള ജെൻഡറിനും ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കുക. അതായത് ചില മതങ്ങളിലോ ചില കാസ്റ്റിലോ പെട്ട അവർക്ക് അവരെ തഴയാതിരിക്കുക, അല്ലെങ്കിൽ അവർക്കും ഇവരെ പോലെയുള്ള ഈക്വൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുക. Then school practices must support the interests of all genders. സ്കൂളിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ജെൻഡറിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പോയിന്റ്സ് ടു അതായത് ഇനി എന്തൊക്കെയാണ് ജെൻഡർ ഇക്വാലിറ്റി കരിക്കുലത്തിൽ വേണ്ടത്? വിമൻസ് അച്ചീവ്മെന്റ്സ് മസ്റ്റ് ബി വെൽ റിപ്രസെന്റഡ് ഇൻ ടെക്സ്റ്റ് ബുക്സ് അല്ലെ, അവരുടെ അച്ചീവ്മെന്റ്സ് ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊണ്ടുവരിക. അവോയ്ഡ് ജെൻഡർ ക്യൂഡ് ഓർ സ്റ്റീരിയോടൈപ്ഡ് ലാംഗ്വേജ് ഇൻ സ്കൂൾ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ജെൻഡർ ബയാസ് കാണിക്കുന്ന ലാംഗ്വേജോ അതുപോലെ തന്നെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ സ്കൂൾസ് മെറ്റീരിയൽസിൽ ഉൾപ്പെടുത്താതിരിക്കുക. റെക്കഗ്നൈസ് ഡൊമസ്റ്റിക് വർക്ക് ആസ് ഈക്വലി വാല്യുബിൾ ആസ് ഓഫീസ് വർക്ക് അല്ലെ. വീട്ടുജോലി അത്ര മോശം ജോലിയൊന്നും അല്ല അല്ലെ, അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നോ സെഗ്രിഗേഷൻ ഓഫ് കോഴ്സ് ബയാസ്ഡ് ഓൺ ജെൻഡർ, ഓൾ ചോയ്സസ് മസ്റ്റ് ബി ഓപ്പൺ. അതായത് ആൺകുട്ടിക്ക് ഇതേ പറ്റൂ പെൺകുട്ടിക്ക് ഇതേ പറ്റൂ എന്നല്ല, എല്ലാവർക്കും എല്ലാം പറ്റും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക. ഈക്വൽ ഫെസിലിറ്റീസ്, ഹോസ്റ്റലും ടോയ്ലറ്റ്സും പ്ലേ ഗ്രൗണ്ടും എല്ലാം ഗേൾസിനും ബോയ്സിനും ട്രാൻസ്ജെൻഡേഴ്സിനും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. Then promoting equal participation in school activities. എന്തൊക്കെ ചെയ്യാം? അഡ്മിഷൻ ആൻഡ് ഡിസിപ്ലിൻ റൂൾസ് മസ്റ്റ് സ്യൂട്ട് ബോത്ത് ജെൻഡേഴ്സ് അല്ലെ. അഡ്മിഷൻ ഒക്കെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ബോയ്സിന് മാത്രം ഗേൾസിന് മാത്രം എന്നുള്ളതല്ല. ഗ്രൂപ്പ് പ്രോജക്ട്സ് ആൻഡ് ലാബ് വർക്ക് ഷുഡ് ഇൻവോൾവ് ഓൾ സ്റ്റുഡൻസ് ഈക്വലി അല്ലെ. എല്ലാ വർക്കും കോളേജിലെ സ്കൂളിലെ എല്ലാ വർക്കിലും ബോത്ത് ജെൻഡേഴ്സ് ഉൾപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോയിന്റ് വിമൻ ടീച്ചേഴ്സ് ഇൻ പാരിറ്റി വിത്ത് മെൻ ടു സപ്പോർട്ട് ഗേൾസ് സ്റ്റുഡൻസ്. നമുക്ക് തിരിച്ചാണ് അല്ലെ, ഇവിടെ മെയിൽ ടീച്ചേഴ്സിനെ കിട്ടാനാണ് ഇപ്പൊ ഇല്ലാത്തത്, അതായത് ഫീമെയിൽ ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തുക. എൻകറേജ് ഗേൾസ് ഇൻ കോ കരിക്കുലർ ലൈക്ക് സ്പോർട്സ് ആൻഡ് ഫീൽഡ് ട്രിപ്സ്. ഇപ്പം പലപ്പോഴും വീട്ടിൽ നിന്നൊന്നും വിടില്ല, പക്ഷെ അവരെയൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഫീൽഡ് ട്രിപ്പിലൊക്കെ അവരെ ഉൾപ്പെടുത്തുക. പ്രൊവൈഡ് സ്പെഷ്യൽ സപ്പോർട്ട് ഫോർ ബോത്ത് സ്ലോ ലേണേഴ്സ് ആൻഡ് ഗിഫ്റ്റഡ് ഗേൾസ് അല്ലെ. സ്ലോ ലേണേഴ്സിനെ ഗിഫ്റ്റഡ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഗേൾസിനെയൊക്കെ കൂടുതൽ അറ്റൻഡ് ചെയ്യുക, അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. ഇൻകോർപ്പറേറ്റിംഗ് ഫീമെയിൽ റോൾസ് മോഡൽസ് ഇൻ കരിക്കുലം. ഹൈലൈറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ക്യൂൻസ് ആൻഡ് വിമൻസ് ലീഡേഴ്സ് അല്ലെ, അതായത് ഫീമെയിൽസ് കൊണ്ട് റോൾ മോഡൽസ് ആയിട്ട്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. സെലിബ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യൻ വിമൻ ഇൻ മോഡേൺ റോൾസ്. നമ്മൾ മേരി കോമിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, കൽപ്പന ചൗള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തുക. ഇൻക്ലൂഡ് ഫിഗേഴ്സ് ലൈക്ക് മദർ തെരേസ ആൻഡ് മാഡം ക്യൂറി ഇൻ ലാംഗ്വേജ് ലെസൺസ് അല്ലെ. ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ പഠിപ്പിക്കുക. എലിമിനേറ്റ് ജെൻഡർ ബയാസ് ഇൻ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള ജെൻഡർ ബയാസ് ഇല്ലായ്മ ചെയ്യാം. ട്രെയിൻ ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു അഡോപ്റ്റ് ജെൻഡർ ഇക്വിറ്റബിൾ പ്രാക്ടീസസ്. അതായത് സ്ത്രീക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു വേർതിരിവില്ലാത്ത പ്രാക്ടീസസ് അല്ലെ സ്കൂളിലും കരിക്കുലത്തിലും കൊണ്ടുവരണം. 6 attributes ഓഫ് എ ജെൻഡർ ഇക്വിറ്റബിൾ കരിക്കുലം. എന്തൊക്കെയാണത്?
Curriculum should include needs of all students. എല്ലാ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം curriculum. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് knowledge and curriculum ഈ ഒരു കാര്യം. Ensure information is evidence based and accurate. അല്ലെ? അതായത് information തെളിവുകൾ സഹിതമുള്ളതും കൃത്യമുള്ളതും ആയിരിക്കണം. Foster affirmative attitudes towards gender equality. Gender equality promote ചെയ്യുന്നതായിരിക്കണം curriculum. Content should reflect diverse perspectives on gender roles. അതുപോലെ തന്നെ ജെൻഡർ റോൾസിന്റെ വിവിധങ്ങളായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് അല്ലെ ചിന്താതലങ്ങൾ ഈ കോണ്ടന്റിൽ അല്ലെങ്കിൽ കരിക്കുലത്തിൽ പ്രതിപാദിച്ചിരിക്കണം. എലിമിനേറ്റ് ലേബലിംഗ് ഓഫ് റോൾസ് ആസ് മസ്കുലൈൻ ഓർ ഫെമിനൈൻ. ആ ഒരു വാക്കുകൾ കരിക്കുലത്തിൽ നിന്ന് ഒഴിവാക്കുക. ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയറൺമെന്റ്. കരിക്കുലം മസ്റ്റ് കമ്പൈൻ എക്സ്പീരിയൻസസ് ആൻഡ് നീഡ്സ് ഓഫ് ഓൾ ജെൻഡേഴ്സ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു എൻവയറൺമെന്റ്, സ്കൂൾ എൻവയറൺമെന്റ് ആണ് ഉണ്ടാവേണ്ടത്. ആക്ടിവിറ്റീസ് ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ് ഓൾസോ. അവോയ്ഡിംഗ് പോർട്രേയിങ് ഓൺലി മെയിൽസ് ആൻഡ് ബ്രേവ് ഓർ ഇൻവെന്റീവ് ഇൻ ടെക്സ്റ്റ്. അല്ലെ, പുരുഷനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കുക. എൻകറേജ് ബോത്ത് ജെൻഡേഴ്സ് ടു ചൂസ് സബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ്. അല്ലെ, അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് അവർ പഠിക്കട്ടെ. അല്ലാതെ സ്ത്രീയാണ് എന്നുള്ളതുകൊണ്ട് അവർ ടീച്ചർ ആയാൽ മതി, ഹോം സയൻസ് പഠിച്ചാൽ മതി, ആൺകുട്ടികൾ എഞ്ചിനീയർ ആവാം, ഓക്കെ, ആ രീതിയിലല്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കോഴ്സ് അവർ തിരഞ്ഞെടുക്കട്ടെ. പ്രൊമോട്ട് ഈക്വൽ ഇന്ററാക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് റൂം. അതുപോലെ ക്ലാസ് റൂമിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് ഇൻ ഇന്ററാക്ഷൻസ്. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആണ് എക്സ്പ്ലെയിൻഡ് റിപ്രസെന്റേഷൻ ഓഫ് ജെൻഡർ ഇൻ കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്സ്. അല്ലെ, ടെക്സ്റ്റ് ബുക്കുകളിലും അതുപോലെ തന്നെ കരിക്കുലത്തിലൊക്കെ ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എക്സ്പ്ലോർഡ് സ്കൂൾ റോൾസ് ഇൻ ഷേപ്പിംഗ് ജെൻഡർ. അതുപോലെ സ്കൂളിൽ ജെൻഡർ എന്നുള്ള കോൺഷ്യസ്നെസ് ഉണ്ടാക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. ഓക്കെ. ഡിസ്കസ്ഡ് ഇഷ്യൂസ് ആൻഡ് സപ്പോർട്ട് ഫോർ ട്രാൻസ്ജെൻഡർ എഡ്യൂക്കേഷൻ. ട്രാൻസ്ജെൻഡർ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് അതിന്റെ സപ്പോർട്ടിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിസ്ക്രൈബ് എസെൻഷ്യൽ ലൈഫ് സ്കിൽസ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്. അല്ലെ, അവർക്ക് ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഇസെൻഷ്യൽ ലൈഫ് സ്കിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ അവരെ പഠിപ്പിക്കണം. സ്ട്രെസ്ഡ് ഓൺ ജെൻഡർ ഇക്വിറ്റബിൾ പ്രാക്ടീസസ് ഇൻ കരിക്കുലം ഡെവലപ്മെന്റ്. അല്ലെ, ജെൻഡർ ഇക്വിറ്റബിൾ, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കരിക്കുലത്തിലും ഉണ്ടായിരിക്കേണ്ടത്, അതുപോലെ സ്കൂളുകളിലും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പൊ നിങ്ങളിപ്പോ നമ്മുടെ സെക്കൻഡ് പാർട്ടായിരുന്നു നമ്മുടെ ജെൻഡർ ആൻഡ് കരിക്കുലം എന്നുള്ള യൂണിറ്റിന്റെ, തേർഡ് യൂണിറ്റിന്റെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.